പറഞ്ഞാൽ അവൻ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. അവനങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് അവൻ ഗൾഫിൽ പോയായിരുന്നു. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവൻ ഭയങ്കര നിങ്ങളിപ്പോ ഈ കേട്ടതേ മന്തിക്കടയിൽ പ്രശ്നമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ കണ്ടൊരു പയ്യനുണ്ടല്ലോ കൊല്ലത്ത്. അപ്പൊ ആ ഒരു പയ്യന്റെ സ്വന്തം സുഹൃത്തിന്റെ ഒരു വോയിസ് ആണ് നിങ്ങൾ ഈ കേട്ടത്. പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കൊല്ലംകാരനാണ്. കൊല്ലത്തെ പറയുമ്പോൾ എനിക്ക് പൊള്ളും. ഈ പ്രളയം വരുമ്പോൾ മാത്രം വള്ളം എടുത്തോണ്ട് രക്ഷിക്കാൻ മാത്രം വന്നാൽ പോരാലോ കൊല്ലംകാര്. അല്ലാതെ ഫുള്ള് ലേസിനടി കൊല്ലം, പപ്പടത്തിനടി കൊല്ലം, എല്ലാത്തിനെ പറ്റിയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എല്ലാം തരാം. ഇതിനെ പറ്റിയിട്ട് അരുൺ സാർ പറഞ്ഞൊരു ചെറിയ ഭാഗം ഉണ്ടല്ലോ, അതെനിക്ക് നല്ലോണം കൊണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ പോർഷൻ ഞാൻ ഇവിടെ വെക്കാം, കേട്ടോ. ഐസ്ക്രീമിന് പിന്നാലെ മന്തിയെ ചൊല്ലി കൊല്ലത്ത് അടി. മന്തിയുടെ അളവ് കുറഞ്ഞുപോയെന്ന് ആരോപിച്ചാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവ് ഹോട്ടൽ അടിച്ച് തകർത്തത്. മന്തി കുറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നം. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ പയ്യൻ അവിടെ ചെന്നോ മന്തി ചോദിച്ചോ ഒന്നും ചെയ്തില്ലെന്നും പറയുന്നു. കടക്കാർ തന്നെ പറയുന്നു. പിന്നെ എങ്ങനെ മന്തി കുറഞ്ഞെന്നും പറഞ്ഞ് ചെറുക്കൻ മദ്യക്കുപ്പിയായിട്ട് ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇവിടെ കാര്യം പഠിക്കാതെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു മുഖ്യധാരാ മാധ്യമം, ഒരു സാറ്റലൈറ്റ് ചാനൽ ഇരുന്ന് ഈ വിവരക്കേട് വിളിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ഇത്രയും വിദ്യാഭ്യാസമുള്ള അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോലുള്ള റിപ്പോർട്ടർ ഈ ഒരു കാര്യം പഠിക്കാതിരുന്ന് പറയുമ്പോൾ എന്ത് മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നത്? അത് വലിയ നാണക്കേടാണ്. ഈ ചാനലിന് വലിയ നാണക്കേടാണ്. സോഷ്യൽ മീഡിയയിൽ പല പല മാധ്യമങ്ങൾ നമ്മളെപ്പോലുള്ള ഒരു യൂട്യൂബായിട്ട് നമ്മളെ പുച്ഛമാണ്. നമ്മൾ ചെയ്യുന്നതൊക്കെ പുച്ഛം, തെറ്റ് കാര്യങ്ങൾ. ഇത് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതെയാണ് ഓരോ വീഡിയോസ് ചെയ്ത് വിടുന്നത്. ഒരു നാണോ ഇല്ല, ഒരു കൂസലും ഇല്ല. ഓരോ കാര്യങ്ങൾ പടച്ചങ്ങ് വിടുക. കൊല്ലം നോട്ട് എഴുതി വെച്ചു കൊടുത്താൽ നല്ല സന്തോഷമാണല്ലോ അല്ലേ? അപ്പൊ കൊല്ലത്തിന്റെ ഏറ്റവും ഫസ്റ്റ് വിഷയത്തിൽ തന്നെ നമുക്ക് പോവാം. ഓരോ കാര്യങ്ങൾ അതിന്റെ കൂടെ ഉണ്ട്. ഫസ്റ്റ് വിഷയം, അതായത് ലേസുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലക്കാർക്ക് ഇടിയാന്നല്ല, അതിന്റെ ഒരു ക്ലാരിറ്റി ഞാൻ ഇപ്പൊ തന്നെ തരാം, കേട്ടോ. കൊല്ലത്ത് എന്തുവാണ് ലേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം എന്നുള്ളത് ഇതാ ഒന്ന് കേട്ടോ. ആകുമ്പോൾ അങ്ങ് പാടപാടാ വായിക്ക് പോക്കാം, പാടപാടാ വായിക്ക് പോക്കും. ഇതൊക്കെയാണ് പ്രശ്നം. ഒരു കൊച്ചിനെ കൊണ്ട് വീഡിയോ എങ്ങാണ്ട് മേടിപ്പിച്ച് ഇവന്മാർ വലിച്ചതാണ് പ്രശ്നം. ലേസ് എന്ന് പറയുന്ന വെറുതെ പറയുന്നതല്ല, അതിന്റെ പേര് പറയാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ പറയുന്നതാണ്. ലേസ് അല്ല പ്രശ്നം, ഇതാണ് പ്രശ്നം. ആ ചെറുക്കൻ്റെ തന്ത വന്ന് കണ്ടെടുത്തിട്ട് അടിച്ച് അങ്ങനെ. അപ്പോൾ ഇവിടെ കൊണ്ടിട്ട് അടിക്കുന്ന എന്തിനാന്ന് അവർ ചോദിച്ചപ്പോഴാണ് ഈ പ്രശ്നം പറഞ്ഞത്. ഇന്നാണോ കൊല പ്രശ്നം, എൻ്റെ കൊച്ചിനെ കൊണ്ട് ഇത് മേടിപ്പിച്ചു. ലേസുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യം നിങ്ങൾ കേട്ടല്ലോ. എല്ലാം വോയിസ് സഹിതം തരുവാണ്. ഇനി ഇതോടകം തന്നെ കൊല്ലത്ത് മാത്രമല്ല പ്രശ്നങ്ങൾ നടന്നത്. അതൊന്നും ഈ പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ ബൂസ്റ്റ് ചെയ്യുന്നില്ല. കൊല്ലം എന്ന് പറഞ്ഞിട്ട് ബൂസ്റ്റ് ചെയ്യുന്നില്ല. ഇനി ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത സംഭവമുണ്ട്. പപ്പടത്തിനിടി സിനിമയ്ക്കകത്ത് വരെ കൊല്ലംകാര് പപ്പടത്തിനിടി. കൊല്ലങ്കാണ് അല്ലടി പപ്പടത്തിന് ഇടിച്ചത്. ഇവിടെ ഹരിപ്പാടിനടുത്ത്, ഇവിടെ നങ്ങിയാറുകുളങ്ങര കവല എന്ന് പറയുന്ന അടുത്ത് ഒരു ആഡിറ്റോറിയത്തിലെ പ്രശ്നമാണ്. അവിടെ ആഡിറ്റോറിയത്തിൽ വന്നവർ തമ്മിൽ പപ്പടം ചോദിച്ച് ഇടി ആയതാണ്. ഞാൻ വീഡിയോ കവർ ചെയ്തതാ. അപ്പൊ അവിടെ വന്ന ആളുകൾ കൊല്ലംകാര്, അവര് ഇവിടെ കായംകുളത്തിന് പടിഞ്ഞാറുള്ള ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണ്. നിങ്ങൾക്ക് കൊല്ലംകാർ തലയോട് അങ്ങ് കമത്തി കൊടുക്കാൻ എന്ത് ഇത്ര അങ്ങ് ത്വരയെന്ത്? കൊല്ലംകാർക്കുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സംഭവം നടക്കാൻ ഇതിനൊക്കെ ഉണ്ടാവുന്ന ഒരു കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കൊല്ലംകാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പം ചമ്മന്തിക്ക് ഇടിയെന്ന് വേണമെങ്കിൽ നാളെ പറയാം. അതായത് 5 ദോശ മേടിച്ചിട്ടേ ഒരു ചമ്മന്തി ഇച്ചിരി കൊണ്ട് ഒഴിച്ചു കൊടുത്ത് വന്നോ വേറെ പുറത്ത് എവിടെങ്കിലും കാര്യങ്ങളായിരിക്കും. അപ്പോഴത്തേക്കിനും ഈ ചമ്മന്തിക്കാരൻ ഇച്ചിരി ചമ്മന്തി ഒഴിയിടോ, ഇച്ചിരി ചമ്മന്തി ഒഴിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എന്തുവാണോ ഇയാൾ ഇച്ചിരി കൂടെ ചമ്മന്തി ഒഴി, രണ്ടാമതും കൊണ്ട് ചമ്മന്തി ഒഴിച്ചു കൊടുത്ത്. കൊല്ലംകാരനാണ് ചമ്മന്തി കട നടത്തുന്നത്, ഈ പറയുന്ന തട്ടുകട നടത്തുന്നത്. മൂന്നാമത് ചമ്മന്തി ചോദിച്ചപ്പോഴത്തേക്കും എന്തോ ചേട്ടാ ഈ 2 ദോശ തിന്നാൻ ഇത്രയും ചമ്മന്തി പോരായോ എന്ന് കൊല്ലംകാരൻ അയാൾ ചോദിക്കും. നോർമലി ചോദിക്കുന്ന ഒരു ചോദ്യം. മൂന്നാമതും കൊടുത്തു കഴിഞ്ഞാന്നേ, ഞാൻ ഒരു ഉദാഹരണം പറയുക. അപ്പോഴത്തേക്കിനും അവിടെ വന്നിരിക്കും, നിന്റെ വീട്ടിൽ നിന്നാണോടാ ചമ്മന്തി ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന മറ്റേ മോനെ എന്ന് പറയുന്ന ഇവൻ അങ്ങോട്ട് ചമ്മന്തി ചോദിച്ചോൻ ഇരുന്നോണ്ട് തിന്നാനിരുന്നോൻ പറയും. ആ സമയത്ത് കൊല്ലംകാരന്റെ ഒരു പ്രത്യേകത, അയ്യോ ഇനിയും തരാമേ എന്നായിരിക്കത്തില്ല. അവൻ പ്രതികരിക്കും, കയ്യിലിരിക്കുന്ന ചമ്മന്തി തൊട്ടിയെടുത്ത് ചിലപ്പോൾ തലയ്ക്കൊരടി കൊടുക്കും. ഇതാണ് കൊല്ലംകാരുടെ ഒരു പ്രത്യേകത. അത് അങ്ങോട്ട് പോയി ചുരണ്ടുന്നതല്ല. 3-4 തവണ കൊല്ലംകാരെ ചുരണ്ടി കഴിഞ്ഞാൽ കൊല്ലംകാര് തിരിച്ച് പ്രതികരിക്കും. അല്ലാതെ ബാക്കിയുള്ളവർക്കൊന്നും ചിലപ്പോൾ പ്രതികരിക്കാനുള്ള കഴിവ് കാണത്തില്ല, കേട്ടുണ്ടെങ്കിൽ പോവായിരിക്കും. കൊല്ലംകാര് തിരിച്ച് പ്രതികരിക്കുന്നതുകൊണ്ടാണ് കൊല്ലംകാര് ആർക്കും അത്രയ്ക്ക് കണ്ടുകൂടാത്തതിന്റെ പ്രശ്നം അതാണ്. ഇനി ബാക്കിയുള്ള ഇല്ല കാര്യങ്ങൾ തരാം. ഇവിടെ ഐസ്ക്രീമും ലേസും ഒക്കെ തപ്പുന്ന ഇടയിൽ നിങ്ങൾ ഇതുകൂടെ ഒന്ന് കാണാതെ പോരുത്. തൃശൂർ ചേലക്കരയിൽ ലഡു കടം നൽകാത്തതിന് കട ഉടമയ്ക്ക് ക്രൂരമർദ്ദനം. കോഴിക്കോട് പുറമേരിയിൽ പൊറോട്ടയെ ചൊല്ലി സംഘർഷം. പൊറോട്ടയ്ക്ക് ചൂടില്ലെന്ന് പറഞ്ഞ് ഹോട്ടലിൽ തല്ലി തകർത്തു. മലപ്പുറം മൂന്നിയൂരിൽ കോഴിമുട്ട വാങ്ങുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ റോഡിൽ തലയടിച്ച് വീണയാൾ മരിച്ചു. എറണാകുളത്ത് പോലീസ് സ്റ്റേഷനിലെ വിരമിക്കൽ പാർട്ടിയിൽ തമ്മിൽ തല്ല്. ബിരിയാണിയിൽ ചിക്കൻ കുറഞ്ഞു പോയതിനാണ് ഹോം ഗാർഡുകൾ തമ്മിൽ തല്ല്. കോട്ടയം നാട്ടകത്ത് കല്യാണത്തിനിടെ ടച്ചിങ്സിനെ ചൊല്ലി തല്ല്. ബന്ധുക്കളും പാചകക്കാരും തമ്മിലാണ് തല്ലുണ്ടായത്. തലയ്ക്ക് പരിക്കേറ്റ് 2 പേരെ ആശുപത്രിയിൽ. ഇതൊന്നും നടന്നത് കൊല്ലത്തല്ല, അതുകൊണ്ട് ഇതൊന്നും ബൂസ്റ്റ് ചെയ്യപ്പെട്ടില്ല. അതിനിടെ കുറെ കമന്റ് വരുന്ന ഒരു ബോധവുമില്ല. ഇതൊക്കെ മനുഷ്യരാണ്, ഇതൊക്കെ കേരളത്തിലുള്ളവരാണ്, ഇതൊക്കെ നമ്മളൊക്കെ ഇന്ത്യക്കാരാണ്. ഇവിടെയൊക്കെ പ്രതിജ്ഞ എല്ലാം എന്തോ പഠിച്ചത്? ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഓൾ ഇന്ത്യൻസ് എന്നല്ലയോ? ഓൾ ആലപ്പുഴാസ്,
ഓൾ കൊല്ലം ഇന്ത്യൻസ് എന്നല്ലേ പഠിച്ച ഇന്ത്യൻസ് ആകുമ്പോൾ ഇതെല്ലാം പെടത്തില്ലേ? എന്നിട്ട് നാണമില്ല നിനക്കൊക്കെ വന്നു നിന്നുകൊണ്ട് കേരളത്തിൽ മലയാളത്തിൽ തന്നെ എല്ലാം മലയാളം സംസാരിക്കുന്നത്. ഇപ്പുറത്തുകൊണ്ട് അപ്പുറത്തെ കൊല്ലം പറയുന്നു, കൊല്ലത്തെ കുറ്റം പറഞ്ഞു. നിനക്ക് നാണമില്ലയോ കൊല്ലംകാര്? നിനക്കൊക്കെ എത്ര ലൈസ് വേണം കൊല്ലത്തോട്ട് മേടിച്ചു തരാം? നിനക്കൊക്കെ എത്ര മന്തി വേണം കൊല്ലത്തോട്ട് മേടിച്ചു തരാം? നിനക്കൊക്കെ പ്രളയം വരുമ്പോൾ മാത്രം കൊല്ലംകാർ വള്ളം എടുത്തിട്ട് പറഞ്ഞല്ലോ. അവന്റെയൊക്കെ വീട്ടില് എന്തെങ്കിലും അരി പുകഞ്ഞോ സമയത്ത് നീയൊക്കെ തിരക്കിയോ? ഇനിയും പ്രളയം വരുന്ന ഒരു കാലഘട്ടം വരാതിരിക്കട്ടെ, ആ സമയത്ത് കൊല്ലംകാർ വരും വള്ളം എടുത്തോണ്ട്. അന്ന് നിനക്കൊക്കെ കൊല്ലംകാർ നല്ലവര് ആണോ ഉണ്ടോടാ? ഏതെങ്കിലും ഒരുത്ത് എന്തെങ്കിലും വലിച്ചു കയറ്റിക്കൊണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നതിനെ കൊല്ലംകാര തല്ലിൽ കൊണ്ടിട്ട് അങ്ങ് ഇടുന്ന ഈ ഒരു വൃത്തികെട്ട പരിപാടി, അതിന് ഈ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങൾ കൊട പിടിച്ചുകൂടെ കൊടുക്കുമ്പോൾ ലജ്ജ തോന്നിപ്പോവാണ്. ഇനി ആ ഒരു യുവാവിന്റെ അവസ്ഥ, അതിന്റെ സുഹൃത്ത് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ അവരുടെ കേൾപ്പിച്ചുതരാം. എന്നോട് കുറെ കാര്യങ്ങൾ ആ യുവാവ് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാര്യം എന്ന് പറഞ്ഞാൽ ആ പയ്യൻ ഒരു ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, എന്തോ ഒരു ബുദ്ധിമുട്ട് അവന്. ഞാൻ പറയല്ലോ, നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ട് വരുന്ന പോലെ മനസ്സിന് നമുക്ക് ബുദ്ധിമുട്ട് വരും. അത് ട്രീറ്റ്മെന്റിലൂടെ മാറുന്നതേ ഉള്ളൂ. ആ യുവാവിന്റെ എന്തോ ചെറിയ ബുദ്ധിമുട്ട് കൊണ്ട്, ചെറിയ അസ്വാസ്ഥ്യം കൊണ്ട് ആ സുഹൃത്ത് ഇങ്ങനെ ചെയ്തപ്പോ അതിനെ മൊത്തത്തിൽ മന്തി ചോദിച്ചിട്ട് കൊടുക്കാത്തോണ്ടാക്കി, മദ്യപിച്ചുകൊണ്ടാക്കി. ഇതാ കേട്ടോ, വോയിസ് ആയിട്ട് തരാം. സംഭവം എന്ന് പറഞ്ഞാൽ അവൻ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. അവനങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് അവൻ ഗൾഫിൽ പോയായിരുന്നു. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവൻ ഭയങ്കര സൈലൻ്റായി, ആളൊറ്റയ്ക്കൊക്കെ ഇരിക്കാൻ തുടങ്ങി, ആരോടും അധികം മിണ്ടാറില്ല, അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഇനി ഇവൻ ആരും വലിയ മൈൻഡൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്ന ഒരുത്തിന് അങ്ങനെ ആയെന്ന് വിചാരിച്ച് ഗൾഫിലൊക്കെ പോയിട്ട് വന്നപ്പോൾ. പക്ഷേ അവനിങ്ങനെ തുടരെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക, ഒറ്റയ്ക്ക് ചിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഇതായപ്പോൾ എല്ലാവർക്കും ഒരു എന്തോ അല്ലായ്മ തോന്നി. സംഭവം എന്ന് പറഞ്ഞാൽ അവൻ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. അവനങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് അവൻ ഗൾഫിൽ പോയായിരുന്നു. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവൻ ഭയങ്കര സൈലൻ്റായി, ആളൊറ്റയ്ക്കൊക്കെ ഇരിക്കാൻ തുടങ്ങി, ആരോടും അധികം മിണ്ടാറില്ല, അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഇനി ഇവൻ ആരും വലിയ മൈൻഡൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്ന ഒരുത്തിന് അങ്ങനെ ആയെന്ന് വിചാരിച്ച് ഗൾഫിലൊക്കെ പോയിട്ട് വന്നപ്പോൾ. പക്ഷേ അവനിങ്ങനെ തുടരെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക, ഒറ്റയ്ക്ക് ചിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഇതായപ്പോൾ എല്ലാവർക്കും ഒരു എന്തോ അല്ലായ്മ തോന്നി. ഇതാണ് ഈ പയ്യൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ പറയുന്ന പയ്യൻ എന്തോ മറ്റുള്ളവർ നിയന്ത്രിക്കുമല്ലോ തോന്നുന്നു, എന്റെ ശരീരത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളത് ഈ സുഹൃത്തിനോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന് ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ട പേപ്പറും കാര്യങ്ങളും എല്ലാം വീട്ടുകാർ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷൻ ഹാജരാക്കി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇത് മനസ്സിലാക്കണം. നമ്മൾ ഇങ്ങനെയുള്ള മനസ്സിന്, ഞാൻ പറഞ്ഞ പോലെ ശരീരത്തിന് വരുന്ന പോലെ മനസ്സിന് ബുദ്ധിമുട്ട് വരും. എനിക്ക് എന്റെ കുടുംബത്തിൽ തന്നെ എനിക്കറിയുന്ന കേസുകളുണ്ട്. അവർ സ്വയമായിട്ട് അവർക്ക് വരുന്നതാണ്, ആരും ഒന്നും ഉണ്ടാക്കിയിട്ട് വരുന്നതല്ല. അപ്പൊ അതിന് ട്രീറ്റ്മെന്റിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ സമൂഹം കൂടെ മദ്യപിച്ചു, ലഹരി അടിച്ചു കയറ്റി, അങ്ങനെ ഇങ്ങനെയൊന്ന് തല്ലിപ്പൊട്ടിച്ചു എന്ന് പറയുമ്പോൾ, അതിന് മാധ്യമങ്ങളൂടെ കൂടെ പിടിക്കുമ്പോൾ ഒരുപാട് ദുഃഖമുണ്ട്. ഞങ്ങൾ കൊല്ലംകാര് വള്ളം എടുത്തോണ്ട് വെള്ളം പൊക്കത്തിൽ മാത്രം വരാനുള്ളവരല്ല. ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോഴത്തേനും കണ്ടല്ലോ ലേസിന്റെ സംഭവം, കണ്ടല്ലോ പപ്പടത്തിന്റെ സംഭവം, ഇതൊക്കെ കൊല്ലത്തിന്റെ തലയിലാ. ഇപ്പൊ തന്നെ മന്തി, ആ പയ്യന് ചെറിയ അസ്വാസ്യം കൊണ്ട് ചെയ്ത സംഭവം, അത് മന്തി കുറഞ്ഞു പോയത് കൊണ്ട് കൊല്ലംകാർ മന്തി കൊടുക്കാത്തതിന് പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള രീതിയിലാക്കാൻ മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. നാണമുണ്ടോ, ലജ്ജയുണ്ടോ? ഒരു ഉള്ളിക്ക് വളവിടുന്ന എനിക്ക് പറയാനുള്ളൂ. ഞാൻ രാവിലെ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുന്നു. മുളത്തി വെച്ചിട്ട് കൃമി ഉണ്ടെങ്കിൽ തേച്ച് കൊടുക്കുക. വേറൊരാൾ കമന്റ് ഓമയ്ക്ക് നല്ലത്, ഓമയ്ക്കായിട്ട് നല്ലതാ. എന്തൊക്കെയാണെന്നറിയാവോ? DDT, മണ്ണെണ്ണയും പെട്രോളും ഉപ്പും കൂടി മിക്സ് ചെയ്ത് കൂടി തേച്ചോ. മുളകും കൂടെ ഉണ്ടെങ്കിൽ നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ മുളക് കലക്കി വെള്ളത്തിലൊന്നും ഇരുന്നാലും മതി. ഈ ചൊറി മാറി കിട്ടും, ക്രിമിയടി മാറി കിട്ടും. താൽക്കാലികമായിട്ട് അത് പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് മീ അൽത്താഫ്. വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം.